ബലപ്രയോഗം, തെളിവ് നശിപ്പിക്കൽ, അശ്ലീല ചിത്രമെടുക്കൽ, ആ ചിത്രങ്ങൾ പ്രചരിപ്പിക്കൽ ഉൾപ്പെടെയുള്ള വകുപ്പുകൾ. ഇതാ ടോം കുര്യാക്കോസ് കൂടി ചേരുകയാണ് എന്നോടൊപ്പം. ടോം, വളരെ പ്രധാനപ്പെട്ട വകുപ്പുകൾ ആണ് ചുമത്തിയിട്ടുള്ളത്. അതിൽ ഗൂഢാലോചന ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നായി മാറുന്നുണ്ട്. ആരാണ് ഇതിന് പിന്നിൽ പ്രവർത്തിച്ചത്, ആർക്ക് വേണ്ടിയാണ് ഈ കൊട്ടേഷൻ നടപ്പിലാക്കിയത്, അത് തെളിയിക്കാൻ പ്രോസിക്യൂഷന് സാധിക്കുന്നുണ്ടോ? അതെയോ പ്രതിഭാഗത്ത് നിന്ന് ദിലീപിന്റെ അഭിഭാഷകരുടെ വാദങ്ങളെയാണ് കോടതി ശരിവെക്കുന്നത്? അതാണല്ലോ പ്രധാനമായും എല്ലാവരും ഉറ്റുനോക്കുന്നത്. തീർച്ചയായും. കാരണം പ്രോസിക്യൂഷൻ ഈ കേസിൽ വ്യക്തമാക്കിയിരിക്കുന്ന കാര്യം ദിലീപിന് ഗൂഢാലോചനയിൽ പങ്കുണ്ടെന്നാണ്. പക്ഷെ ഇതൊരു കെട്ടിച്ചമച്ച കേസാണ്. തന്റെ മേലെ ഇത്തരമൊരു കൊട്ടേഷൻ ആരോപണം തന്റെ മേൽ ചാർത്തിയതാണെന്നാണ് ദിലീപിന്റെ, അതായത് പ്രതിഭാഗത്തിന്റെ പ്രധാനപ്പെട്ട ആരോപണം. അതുകൊണ്ട് തന്നെയാണ് ഇന്ന് ഈ കേസിൽ ഇത്തരം സാഹചര്യ തെളിവുകളുടെ അടിസ്ഥാനത്തിലാണ് ദിലീപിന് ഗൂഢാലോചനയിൽ പങ്കുണ്ടെന്ന് സ്ഥാപിക്കാൻ പ്രോസിക്യൂഷൻ ശ്രമിച്ചതും. അതിൽ കൃത്യമായും ഏകദേശം 261 സാക്ഷികളെ ഈ കേസുമായി ബന്ധപ്പെട്ട് വിസ്തരിക്കാൻ കഴിഞ്ഞു. 20ലധികം സാക്ഷികൾ ഈ കേസുമായി ബന്ധപ്പെട്ടവർ കൂറുമാറിയിരുന്നു. അങ്ങനെ വളരെ സംഭവബഹുലമായിട്ടുള്ള ഒരു വിചാരണ കാലയളവാണ് കടന്നുപോയത്. അതിനുശേഷമാണ് ഇപ്പോൾ വിധി വരാൻ പോകുന്നത്. എനിക്കൊപ്പം നിയമകാര്യ ലേഖകൻ അഡ്വക്കേറ്റ് സി എൻ പ്രകാശ് കൂടി ചേരുന്നുണ്ട്. അഡ്വക്കേറ്റ് സി എൻ പ്രകാശ്, ഈ ഒരു കേസ് നമുക്കറിയാം, അത് ഒരു സമാനതകളില്ലാത്ത കേസാണ്. കേരളത്തിൽ അല്ലെങ്കിൽ ഇന്ത്യയുടെ തന്നെ കുറ്റകൃത്യങ്ങളുടെ ചരിത്രത്തിൽ ഒരു വേറിട്ടൊരു കേസ് കൂടി. കാരണം ഒരു ബലാത്സംഗം ചെയ്യാൻ കൊട്ടേഷൻ നൽകി, അതും ഒരു പ്രമുഖ നടൻ ഈ കേസിലെ പ്രതിയാകുന്നു, ഗൂഢാലോചനയിൽ പങ്കാളിയാകുന്നു. അല്പസമയത്തിനകം, അതായത് 11 മണിക്ക് കേസ് വിധി പറയും. എത്ര സമയം കാണും ഇതിന്റെ ഒരു നടപടിക്രമങ്ങൾ, ഈ വിധി പ്രസ്താവത്തിന് നടപടിക്രമങ്ങൾ എത്ര സമയം കാണും? അതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ. ടോം, ഈ കേസിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത്, ഈ കേസിലെ ഇര എന്ന് പറയുന്നത് കേരളത്തിലെ മലയാള സിനിമയിലെ വളരെ പ്രമുഖമായിട്ടുള്ള ഒരു പ്രമുഖ നടിയാണ്. ഈ കേസിൽ 10 പ്രതികളിൽ 8ാം പ്രതി എന്ന് പറയുന്ന കേരളത്തിലെ ഏറ്റവും പ്രമുഖനായിട്ടുള്ള ഒരു സിനിമാ നടനാണ്. ഈ 2 ഇരയും ഒപ്പം തന്നെ പ്രതിയും സിനിമാ മേഖലയിൽ വളരെ പ്രസക്തിയുള്ള ആളുകളാണ് എന്നതാണ് ഈ കേസിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വശം. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത്, ഈ കേസിലുണ്ടായിട്ടുള്ള ഏറ്റവും വലിയ ക്രിമിനൽ ഗൂഢാലോചന, അതുപോലെ അതിപൈശാചികമായി ഓടിക്കൊണ്ടിരിക്കുന്ന വാഹനത്തിൽ ഒരു പെൺകുട്ടിയെ പ്രതികൾ കൂട്ടമായ പൈശാചികമായ ബലാത്സംഗത്തിന് ഇരയാക്കുന്നു. അതുകൊണ്ട് തന്നെ ഈ കേസിൽ ഏറ്റവും പ്രധാനപ്പെട്ട 2 വകുപ്പുകൾ എന്ന് പറയുന്നത് 120B, അതായത് ഗൂഢാലോചനയിൽ ദിലീപിനുള്ള പങ്ക്. ഈ ബലാത്സംഗ കുറ്റകൃത്യത്തിൽ ദിലീപിന് നേരിട്ടുള്ളതായി വ്യക്തമായിട്ടില്ല. അത് 1ാം പ്രതി ഉൾപ്പെടെയുള്ള പ്രതികൾക്കാണ് അതിൽ പങ്കാളിത്തമുള്ളത്. അതുകൊണ്ട് തന്നെ ഈ ഗൂഢാലോചന, 8ാം പ്രതിയായിട്ടുള്ള ദിലീപിന് ഗൂഢാലോചനയിൽ പങ്കുണ്ട്, IPC 120Bയിൽ പങ്കുണ്ട് എന്ന് കണ്ടാൽ അതിന്റെ പ്രധാന കുറ്റമായിട്ടുള്ള ഈ നിരവധിയായ ഒഫൻസ് IPCയിലെയും ഒപ്പം തന്നെ IT ആക്ടിലെയും നിരവധിയായ കുറ്റകൃത്യങ്ങൾ ഈ FIRലും ഒപ്പം തന്നെ ചാർജ് ഷീറ്റിലും എല്ലാം ഉണ്ട്. അതുകൊണ്ട് തന്നെ ഈ 120Bയിൽ ദിലീപിന് പങ്കാളിത്തമുണ്ട് എന്ന് കണ്ടാൽ ഇതിലെ ഏറ്റവും ഏറ്റവും ക്രിമിനൽ കുറ്റമായിട്ടുള്ള ഏറ്റവും വലുപ്പമേറിയ കുറ്റമായിട്ടുള്ള 376D IPC, അത് കൂട്ടബലാത്സംഗം, ആ കൂട്ടബലാത്സംഗത്തിന്റെ ശിക്ഷ കൂടി ദിലീപ് അടക്കമുള്ളവർ അനുഭവിക്കേണ്ടി വരും, ഗൂഢാലോചനയിൽ പങ്കാളികൾ ആയിട്ടുള്ളവർ അനുഭവിക്കേണ്ടി വരും എന്നതാണ് ഏറ്റവും പ്രധാനം. ടോം ചോദിച്ച ഇന്നത്തെ കോടതി നടപടിക്രമങ്ങൾ ഏതാണ്ട് 11 മണിക്ക് പ്രിൻസിപ്പൽ സെഷൻസ് ജഡ്ജി ഹണിയം വറീസ് ഇപ്പോൾ കോടതിയിൽ എത്തിക്കഴിഞ്ഞു. 11 മണിക്ക് കോടതി ആരംഭിക്കും. റോൾ കോൾ, ഇന്നത്തെ മറ്റ് കേസ് നടപടി നമ്പറുകളെല്ലാം വിളിക്കുകയും അതിനുശേഷം ഇതുമായി ബന്ധപ്പെട്ട ഈ കേസിന്റെ വിധി പ്രസ്താവം നടത്തുകയും ചെയ്യും. ഓപ്പൺ കോടതിയിൽ ഇതുമായി ബന്ധപ്പെട്ട വിധി പ്രസ്താവിക്കുക മാത്രമാണ് ചെയ്യുക. അക്യൂസ് നമ്പർ 1 to 10, 1 മുതൽ 10 വരെയുള്ള പ്രതികൾക്ക് മേൽ ചുമത്തിയിട്ടുള്ള കുറ്റവും ആണ് പ്രധാനമായും പറയുക. ഇന്ന കുറ്റങ്ങളിൽ ഇവർ കുറ്റക്കാരാണ്, ഗിൽറ്റി, നോട്ട് ഗിൽറ്റി എന്ന് പറയുന്ന കുറ്റം ചുമത്തുകയും അതല്ലെങ്കിൽ കുറ്റം കണ്ടെത്താൻ കഴിയാത്ത സാഹചര്യം ഉണ്ടാകുന്ന നിയമപരമായിട്ടുള്ള സാങ്കേതിക നാമങ്ങളാണ്. അങ്ങനെ ഗിൽറ്റി കണ്ടെത്തിക്കഴിഞ്ഞാൽ അവർക്ക് വേണ്ട ശിക്ഷ വിധിക്കും. ഒരുപക്ഷെ ഇന്ന് ശിക്ഷ വിധിക്കാനുള്ള സാധ്യത വളരെ വിരളമാണ്. അടുത്തൊരു ദിവസത്തേക്ക് ശിക്ഷ വിധിക്കാൻ വേണ്ടി മാറ്റിവെക്കും. ഇന്ന് ഈ കേസിന്റെ സുപ്രധാനമായ 8 വർഷം നീണ്ട വിചാരണയ്ക്ക് ഒടുവിൽ വിചാരണ കോടതി വിധി പറയുമ്പോൾ ഈ വിധി കേൾക്കുന്നതിന് വേണ്ടി ദിലീപ് അടക്കമുള്ള 10 പ്രതികളും കോടതിയിൽ ഹാജരായിരിക്കും. ഈ പ്രതികളെ സംബന്ധിച്ചിടത്തോളം ഈ സെഷൻസ് കോടതി ഇവിടെ കുറ്റക്കാരനായി വിധിക്കപ്പെട്ടാൽ അവർ ഇപ്പോൾ എല്ലാ പ്രതികളും നിലവിൽ ജയിലിൽ നിന്ന് മോചിതരായി ബെയിലിലാണ്, ജാമ്യം കിട്ടി ജയിൽ മോചിതരാണ്. അവരുടെ ബെയിൽ ബോണ്ട് ക്യാൻസലാവും. സ്വാഭാവികമായും അവർക്ക് ജയിലിലേക്ക് പോകേണ്ടി വരും. അതേസമയം തന്നെ പ്രതികൾ ആരെങ്കിലും അക്വിറ്റ് ആവുകയാണെങ്കിൽ, കുറ്റവിമുക്തനാക്കുകയാണെങ്കിൽ അവർക്ക് ഇനി സ്വതന്ത്രമായി മുന്നോട്ട് പോകാൻ കഴിയും. പക്ഷേ ഇത് കഴിഞ്ഞ കാലങ്ങളിൽ ഈ പ്രോസിക്യൂഷൻ ഒപ്പം തന്നെ ഒപ്പം പ്രതികൾ എല്ലാവരും തന്നെ മേൽക്കോടതിയെ സമീപിക്കുകയും പരമോന്നത കോടതിയായ സുപ്രീം കോടതിയെ വരെ സമീപിച്ച സാഹചര്യത്തിൽ ഈ കോടതി വിധി എന്തായാലും
എന്തായാലും ആരെയെല്ലാം കുറ്റവിമുക്തരാക്കിയാൽ സ്വാഭാവികമായും പ്രോസിക്യൂഷനോ അല്ലെങ്കിൽ ഇരയോ മേൽക്കോടതിയെ സമീപിക്കാൻ സാധ്യതയുണ്ട് അപ്പീലുമായി ബന്ധപ്പെട്ട്. ഇനി ആരെങ്കിലും കുറ്റം ചാർത്തപ്പെടുകയാണ്, ശിക്ഷിക്കപ്പെടുകയാണ് എങ്കിൽ അവരും സ്വാഭാവികമായും അപ്പീലുമായി ഹൈക്കോടതിയെ സമീപിക്കാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് ഈ നടിയെ ആക്രമിച്ച കേസുമായി ബന്ധപ്പെട്ട നിയമ പോരാട്ടം അത് ഇവിടെയെങ്ങും അവസാനിക്കാൻ പോകുന്നില്ല. ഇനിയും വർഷങ്ങൾ നീളുന്ന അതാണ് കാരണം നമ്മൾ കണ്ടതാണ് കഴിഞ്ഞ ഈ 8.5 വർഷം മുൻപ്, അതായത് 2017 ഫെബ്രുവരി 17 ഈ സംഭവം നടക്കുന്നത്. അതിനുശേഷം പിറ്റേ വർഷം തന്നെ വിചാരണ ആരംഭിക്കുന്നത്. ഏകദേശം 7 വർഷത്തിലധികം നീണ്ട വിചാരണ. ഇപ്പോൾ മറ്റൊരു ഡിസംബർ 8 അതായത് 8-ാം തീയതി ഈ കേസിൽ വിധി വരികയാണ്. എല്ലാവരും ഉറ്റുനോക്കുന്നത് ദിലീപ് ഈ കേസിൽ കുറ്റക്കാരനെന്ന് ദിലീപിനെ കണ്ടെത്തുമോ, അല്ലെങ്കിൽ ദിലീപിന് ശിക്ഷ വിധിക്കുമോ? 85 ദിവസം ജയിലിൽ കടന്ന ദിലീപ് വീണ്ടും ജയിലിലേക്ക് പോകുമോ? താങ്കൾ സൂചിപ്പിച്ചതുപോലെ സാധാരണ ഗൂഢാലോചനയാണെങ്കിൽ അതായത് കൂട്ടബലാത്സംഗം മറ്റു പ്രതികൾക്ക് തെളിയുകയും അവർ മറ്റു കേസിൽ അവർ കുറ്റക്കാരെന്ന് കണ്ടെത്തുകയും ദിലീപിന്റെ ഗൂഢാലോചന തെളിയിക്കപ്പെടുകയും ചെയ്താൽ ദിലീപിനും തത്തുല്യമായ ശിക്ഷ തന്നെ ലഭിക്കാം. അതായത് ഇന്നല്ല മറ്റൊരു ദിവസത്തേക്കായിരിക്കാം വിധി പറയുന്നതെങ്കിൽ വീണ്ടും ഒരു ചെറിയ കാത്തിരിപ്പുണ്ടാകും. പക്ഷേ ഇതെങ്ങനെയാണ്? കാരണം 3 വർഷത്തിലധികം ഉള്ള ശിക്ഷയാണെങ്കിൽ സ്വാഭാവികമായും ജയിലിലേക്ക്, അതല്ലെങ്കിൽ അവർക്ക് മേൽക്കോടതിയിൽ അപ്പീൽ നൽകാനുള്ള സാഹചര്യം ഉണ്ടാകും അല്ലേ? സെന്റൻസ് സസ്പെൻഡ് ചെയ്യുന്ന അടക്കമുള്ള കാര്യങ്ങളിൽ മേൽക്കോടതിയെ സമീപിക്കാനുള്ള സാഹചര്യം ഉണ്ടാകും. നേരത്തെ ടോം സൂചിപ്പിച്ച ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഗൂഢാലോചനയിൽ ദിലീപ് അടക്കമുള്ള പ്രതികൾ, ദിലീപാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അത് ദിലീപിന്റെ ഒരു സ്റ്റാർ വാല്യൂ ആണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട. മറ്റ് പ്രതികളെ അപേക്ഷിച്ച് കേരളത്തിലെ മലയാള സിനിമയിലെ ഏറ്റവും പ്രമുഖനായിട്ടുള്ള നടൻ ഇത്തരത്തിലൊരു ക്രിമിനൽ കേസിൽ പങ്കാളിയാവുക, പ്രതിയാവുക എന്ന് പറയുന്നത് വളരെ അപൂർവവും വിരളവുമാണ്. അതുകൊണ്ട് തന്നെയാണ് ഈ കേസിന്റെ ഏറ്റവും വലിയ പ്രസക്തി നിലനിൽക്കുന്നത്. അതുകൊണ്ട് ഈ ഗൂഢാലോചന ഒന്നിലേറെ തവണ ഒന്നാം പ്രതി സുനി, പൾസർ സുനി എന്ന് വിളിക്കുന്ന സുനിയുമായി ദിലീപ് ഈ കാര്യത്തിൽ ഒന്നിലേറെ തവണ ഗൂഢാലോചന നടത്തി എന്നുള്ളതാണ് പ്രോസിക്യൂഷന്റെ പ്രധാനമായിട്ടുള്ള അവകാശവാദം. അത് തെളിയിക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ വിചാരണ വേളയിൽ എന്നത് ഇപ്പോൾ വിധി വരുമ്പോൾ മനസ്സിലാക്കാൻ കഴിയും. അങ്ങനെ ഒന്നിലേറെ തവണ ദിലീപ് പൾസർ സുനിയുമായി ബന്ധപ്പെട്ട് ഈ നടിയെ ക്രൂരമായി ബലാത്സംഗത്തിന് ഇരയാക്കണമെന്ന കാര്യത്തിലടക്കം ഗൂഢാലോചന നടത്തിയിട്ടുണ്ട് എങ്കിൽ പ്രധാന കുറ്റമായിട്ടുള്ള കൂട്ടബലാത്സംഗത്തിന്റെ ശിക്ഷയും അദ്ദേഹത്തിന് അനുഭവിക്കേണ്ടി വരും. അതേ ഒപ്പം തന്നെ കുറ്റക്കാരായി കണ്ടെത്തുന്നവരെ ഇന്ന് തന്നെ അവരുടെ നിലവിലുള്ള അവർക്കുള്ള സ്വാതന്ത്ര്യം, ജാമ്യ ബോണ്ട് നഷ്ടപ്പെടും. ആ ജാമ്യ ബോണ്ട് ക്യാൻസൽ ആവുകയും അവർക്ക് തിരികെ ജയിലിലേക്ക് പോകേണ്ട സാഹചര്യവും സംജാതമാകും. താങ്കൾ സൂചിപ്പിച്ച ഈ ഗൂഢാലോചന തെളിയിക്കപ്പെടണം, ദിലീപ് കുറ്റക്കാരെന്ന് കണ്ടെത്തണമെങ്കിൽ ഇതിൽ സാഹചര്യ തെളിവുകൾ മാത്രമാണ് ഇതുവരെയും പ്രോസിക്യൂഷന് ഈ കേസുമായി ബന്ധപ്പെട്ട് ദിലീപിനെതിരെ കോടതിയിൽ സമർപ്പിക്കാൻ കഴിഞ്ഞിരിക്കുന്നത്. സാഹചര്യ തെളിവുകളും അതോടൊപ്പം ഈ മറ്റു പ്രതികൾ പൾസർ സുനി ഉൾപ്പെടെയുള്ള പ്രതികളുടെ മൊഴികളും ഇതിന്റെ അടിസ്ഥാനത്തിൽ, അതായത് കൃത്യമായ മറ്റു തെളിവുകൾ, ശാസ്ത്രീയ തെളിവുകളില്ല. അങ്ങനത്തെ ഒരു സാഹചര്യത്തിൽ ഇതെങ്ങനെ പ്രോസിക്യൂഷന് ഇതുമായി ബന്ധപ്പെട്ട ദിലീപിനെതിരായിട്ടുള്ള തെളിവുകൾ കോടതിയിൽ സമർപ്പിക്കാൻ കഴിയും? ഞാൻ നേരത്തെ സൂചിപ്പിച്ചു, IPC മാത്രമല്ല IT ആക്ട് കൂടി ഇതിന്റെ ഭാഗമായി വന്നിട്ടുണ്ട്. ഈ കേസിന്റെ ഭാഗമായിട്ട് അതിൽ ക്രൂരമായി കൂട്ടബലാത്സംഗം ചെയ്തു എന്ന് മാത്രമല്ല, പ്രതികൾ ആ ദൃശ്യങ്ങൾ പകർത്തുകയും അത് മെമ്മറി കാർഡിൽ സൂക്ഷിക്കുകയും ചെയ്യുകയും പിന്നീട് ആ മെമ്മറി കാർഡ് ഏറ്റവും വലിയ പ്രധാനപ്പെട്ട തെളിവായി വരുന്ന സാഹചര്യത്തിൽ അതിന്റെ ഹാഷ് വാല്യൂ മാറുന്ന സാഹചര്യം ഉണ്ടായി. അതായത് അതിലുള്ള വീഡിയോയിൽ മറ്റെന്തോ സാങ്കേതികമായിട്ടുള്ള ഇടപെടൽ ഉണ്ടായി എന്ന് തെളിയിക്കുന്ന തരത്തിലേക്ക് ഉണ്ടാകുന്ന ഒരു സാഹചര്യം ഉണ്ടായി. ഈ കേസുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ചർച്ച ചെയ്യുമ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, കേരളത്തിൽ ഈ ഇരയ്ക്ക് വേണ്ടി ഒരുപക്ഷെ ഇരയോട് ഇത്രയേറെ സമൂഹ മനസാക്ഷി, ഒപ്പം തന്നെ ഭരണകൂടം, ഒപ്പം തന്നെ നിയമവൃത്തങ്ങളെല്ലാം ഇത്രയേറെ അനുഭാവപൂർവ്വം നിന്ന ഒരു കേസ് കൂടി മറ്റൊന്നില്ല എന്ന് സൂചിപ്പിക്കേണ്ടി വരും. കാരണം ഒരു വനിതാ ജഡ്ജി തന്നെ ഈ കേസ് കേൾക്കണം എന്നുള്ള ആവശ്യം മുന്നോട്ട് വെച്ചത് ഈ കേസിലെ അതിജീവിതയായിട്ടുള്ള യെസ്, ഇപ്പോൾ അഭിഭാഷക TB മിനി മാധ്യമങ്ങളോട് പ്രതികരിക്കുന്നുണ്ട്. ഇങ്ങനെ കൈകളിൽ